ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 12 പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻസ് 1 and 2 ആണ്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്: ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 centimeters and its height is 5 centimeters. What is its total surface area? ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണ്. ഇതിന്റെ ബേസ് പെരിമീറ്റർ ചുറ്റളവ്, പാദത്തിന്റെ ചുറ്റളവ് 12 സെന്റിമീറ്റർ ആണെന്നും ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വപരപ്പ് എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഏത് പ്രിസമാണെങ്കിലും ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ അഥവാ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. അപ്പൊ ഇവിടെ പാദം എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 12 ഗുണം 5 60 സെന്റിമീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ പാർശ്വപരപ്പ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്, അതായത് ഉപരിതല പരപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഉപരിതല പരപ്പ് കാണാനായിട്ട് പാർശ്വപരപ്പ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 2 പാദങ്ങളുടെ പരപ്പ് കൂട്ടിയാൽ മതി, ബേസ് ഏരിയ കൂട്ടിയാൽ മതി. ഇവിടെ ലാറ്ററൽ സർഫസ് ഏരിയ 60 ആണെന്ന് നമുക്കറിയാം. അതിന്റെ കൂടെ 2 times ബേസ് ഏരിയ അഥവാ പാദപരപ്പ് സമഭുജ ത്രികോണം ആയതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 a² ആണ്. പക്ഷെ ഇവിടെ എ ഒന്നും തന്നിട്ടില്ല. എക്ക് പകരം പാദ ചുറ്റളവാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്. 3ഉം കൂടെ കൂട്ടുമ്പോൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടി. ചുറ്റളവ് 12 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു വശം 1 എഡ്ജ് എന്ന് പറയുന്നത് 12നെ 3 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പൊ 4 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. അപ്പൊ 60 പ്ലസ് ഈ 2 ഇൻറ്റു √3/4 ഇൻറ്റു എ ഒരു എഡ്ജ്, അതായത് അതാണ് എയുടെ സ്ക്വയർ ആണ്. അപ്പൊ 4² എന്ന് എഴുതാം. 60 പ്ലസ് 2 ഇൻറ്റു √3/4 ഇൻറ്റു 4² എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 ആണ്. ഒരു 4 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അഡിഷൻ പിന്നീടാണ് ചെയ്യുന്നത്. ഇനി 2 4s are 8 √3 എന്ന് കിട്ടി. 8 √3 എത്ര നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കണം. √3യുടെ വാല്യൂ നമുക്കറിയാം 1.732 ആണ്. അതിനെ 8 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, 13.856 എന്ന് കിട്ടി. പിന്നെ അതിന്റെ കൂടെ 60 ആഡ് ചെയ്യണമല്ലോ. 60 പ്ലസ് 13.856 അതായത് 73.856 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്: 2 identical prisms with right triangles as bases are joined to form a rectangular prism. What is the total surface area of this rectangular prism? അപ്പൊ ഇവിടെ നമുക്ക് ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ പ്രിസം ആണ്. അപ്പൊ നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. പിന്നെ അതിന്റെ ബേസ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്ററും ഇവിടെ 5 സെന്റിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഹൈറ്റ് 15 സെന്റിമീറ്റർ. ഈ ട്രയാങ്കുലർ പ്രിസത്തിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള 2 റൈറ്റ് ട്രയാങ്കിൾ പ്രിസം ചേർത്ത് വെക്കുക. ഇപ്പൊ രണ്ടാമത്തേന് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആയി മാറി. ഈ റെക്റ്റാങ്കുലർ പ്രിസത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് വേണ്ടത് എങ്കിലും ആദ്യം നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വപരപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വപരപ്പ് എങ്ങനെയാ കാണുന്നത്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്.
പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പാർശ്വപരപ്പ് കിട്ടും. അപ്പൊ പാദ ചുറ്റളവ് ആദ്യം കാണണമല്ലോ. പാദ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്ര വരുന്നു നമുക്ക് നോക്കാം. 2 × L+B. ഇനി സമവാക്യം അറിയാൻ വയ്യാത്തവർക്ക് 4 കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് റെക്ടാങ്കുലർ പ്രസവമാണല്ലോ, അപ്പൊ 4 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എത്ര വരും? 2 × 12 + 5. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലോ, അപ്പൊ ഇതും 5 ആണ്, ഇത് 12 ആണ്. 4 കൂടെ കൂട്ടിയാലും മതി. ഇപ്പൊ 34 കിട്ടി. 34 സെന്റിമീറ്റർ ആണ് പാദ ചുറ്റളവ്. 34ന് ഉയരം 15 ആണ്, ഹൈറ്റ് 15 ആണ്. അതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. അപ്പൊ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 510 എന്ന് കിട്ടി. 510 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ വേണം. ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വപരപ്പിന്റെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ കൂട്ടണം. അപ്പൊ ബേസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വപരപ്പ് 510 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ. ബേസിന്റെ ഷേപ്പ് ഇപ്പൊ എന്തായി? റെക്ടാംഗിൾ ആയി. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതി അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ L × B നമുക്ക് എഴുതാം. അപ്പൊ 510ന്റെ കൂടെ 2 ടൈംസ് 12 × 5. നീളം 12ഉം വീതി 5ഉം ആണല്ലോ. അപ്പൊ അത് നമ്മൾ ഗുണിച്ചിട്ട് ഈ 510ന്റെ കൂടെ കൂട്ടുക. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ 120 വന്നു. അപ്പൊ 630 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഉപരിതല പരപ്പ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ.